29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിനാവലോകനം. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം അവസാനിക്കാൻ 3 ദിനങ്ങൾ മാത്രം ശേഷിക്കെ വിവിധ ചലച്ചിത്രമേളകളിൽ ചർച്ചാ വിഷയമായ സിനിമകൾക്കാണ് ഏറ്റവുമധികം തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നത്. ഗോൾഡൻ ഗ്ലോബ്, കാൻ ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശംസയും പുരസ്കാരങ്ങളും നേടിയ 7 ചിത്രങ്ങൾ ചലച്ചിത്രമേളയുടെ 6ാം ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. ദ സബ്സ്റ്റൻസ്, അനോറ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, എമിലിയ പെരസ്, ദ ഷെയിംലെസ്, കോൺക്ലേവ്, ദ സീഡ് ഓഫ് സേക്രഡ് ഫിഗ് എന്നിവയടക്കമുള്ള ചിത്രങ്ങളാണ് വിവിധ തിയേറ്ററുകളിലായി ഇന്ന് ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിനിമകളുടെ പ്രദർശനം കാണാതെ പോയവരുടെ വലിയ തിരക്ക് ഇന്ന് ഈ സിനിമകൾക്കുണ്ടാകുമെന്ന് ഉറപ്പാണ്. മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്യാനാകാത്തവർക്ക് നിരാശയുണ്ടെങ്കിലും അവശേഷിക്കുന്ന സീറ്റുകളിലെങ്കിലും ഇരിപ്പിടമുറപ്പിക്കാൻ പ്രതിനിധികൾ മണിക്കൂറുകളോളമാണ് വരി നിൽക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് IFFക്ക് വരുന്നേ. അഖില. പിന്നെ റിസർവേഷൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്നാണ് ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പം കിട്ടാൻ ഇച്ചിരി പാടാണ്. എന്നാലും അൺറിസർവ്ഡ് നിന്ന് ക്യൂ നിന്ന് കയറുന്നു. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. വനിതാ സംവിധായകരുടെ ചിത്രങ്ങളായ കാമദേവൻ നക്ഷത്രം കണ്ടു, വിക്ടോറിയ, അപ്പുറം, ബാൻസോ, ഇഫ് ഒൺലി ഐ കുഡ് ഹൈബർനേറ്റ്, പിയേഴ്സ്, ഷഹീദ്, ടോക്സിക് എന്നിവയും മേളയുടെ ഇന്നത്തെ ആകർഷണങ്ങളാണ്. ഹൊറർ ചിത്രമായ ദ ലോങ് ലെഗ്സ് മിഡ്നൈറ്റ് സ്ക്രീനിംഗ് പരമ്പരയുടെ ഭാഗമായി രാത്രി 12-ന് നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കും. ഇത്തവണ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജോണറുകളുടെ വൈവിധ്യമാണ്. ലോക സിനിമയിലെ പരീക്ഷണങ്ങളിൽ പലതും ഇത്തവണ മേളയിൽ ഇടം നേടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തോടെ സിനിമയെടുക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച വേദിയാണ് IFFK എന്ന് സംവിധായകൻ ജിയോ ബേബി. IFFനെ സംബന്ധിച്ച് കൂടുതൽ സ്വതന്ത്ര സിനിമകൾക്ക് വേദി ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നുണ്ടാകുന്ന സിനിമകൾ. പിന്നെ അതിനൊരു വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ടാകുന്നു. സിനിമകൾക്ക് കാഴ്ചക്കാരെ കിട്ടുന്നു, അംഗീകാരങ്ങൾ കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മൾ ചെയ്തിട്ടുള്ള പല സിനിമകളും IFFKയുടെ ഭാഗമായിട്ടുണ്ട്, മലയാള സിനിമയിലൂടെ. അപ്പോൾ അതൊക്കെ നമുക്കൊരു അഭിമാനവും കൂടാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ചിത്രമായിരുന്നു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്. ഏറെ ചർച്ചയായ ഈ സിനിമയുടെ സംവിധായകൻ ആരണ്യ സഹായ്. I read about this in an article first, a journalist called Karishma Mehrotra who spoke about data labeling in Jharkhand. That was only a starting point. When I started researching about it and learning about it, I realized very early on that the process of data labeling by itself, where a labeler is teaching an algorithm how to differentiate between, say, a table and a chair, what is happening is that they are assuming the role of a parent. And AI is, in learning these basic differences, they are assuming the role of a child. ഹ്യൂമൻ ഇൻ ലൂപ്പ് എങ്ങനെയാണ് തന്നെ സ്വാധീനിച്ചതെന്ന് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സഞ്ജയ്. പഠിക്കാൻ കുറേ ഉണ്ടായൊരു ഫിലിമായി തോന്നി ആരണ്യ സഹായിയുടെ ഹ്യൂമൻസ് ഓൺ ദ ലൂപ്പ്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഈ കാലത്ത് ജനറേറ്റീവ് AI എന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ റെലവൻ്റ് ആയ ഒരു മൂവി തന്നെയാണ് ഹ്യൂമൻസ് ഓൺ ദ ലൂപ്പ്. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി എന്ന ചിത്രത്തെക്കുറിച്ചും മേളയിലെ സ്ത്രീപക്ഷ ചിത്രങ്ങളെപ്പറ്റിയും ഡെലിഗേറ്റായ ആസിഫ് അബ്ദുൽ കലാം. ഒരു സ്ത്രീ അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വാർദ്ധക്യത്തിൽ അവരെങ്ങനെ തേടി വരുന്നു, അവരുടെ സ്പേസിലേക്ക് അതെങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു മനോഹരമായൊരു ചിത്രമാണ്. അവരുടെ കുട്ടിക്കാലം മുതലുള്ള അവരുടെ ശാരീരികമായ ഓർമ്മകൾ, ശരീരം എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പം ഈ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായി കൈയടിച്ചത് സ്ത്രീകളാണ്. ഡിവോഴ്സ് എല്ലാം കഴിയുമ്പോഴാണ് ആദ്യമായിട്ട് ആ സ്ത്രീ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുന്നത്. കല്യാണം കഴിഞ്ഞ കാലത്ത് ഭർത്താവിൻ്റെ നിയന്ത്രണങ്ങളിലായിരുന്നു, അതിനു മുമ്പ് മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങളിലായിരുന്നു. പിന്നെ നമ്മൾ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏകാന്തത, ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു വേറെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ട സിനിമകളിൽ ഇത്രയും ആഴത്തിലൊരു എക്സ്പ്ലോറേഷൻ നടന്നിട്ടില്ല, ഇത്രയും അന്വേഷിച്ചിട്ടില്ല. അതേസമയം സാധാരണക്കാരായ ഡെലിഗേറ്റുകളോട് സംവദിക്കുന്നവയല്ല സിനിമകളിൽ പലതും എന്ന പരാതിക്കാരും മേളയിലുണ്ട്. പ്രാവശ്യത്തെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ സെലക്ഷൻ്റെ പാറ്റേൺ കണ്ടിട്ട് അത് എൻ്റെ കുറവാണോന്ന് അറിയില്ല, ഒട്ടും അങ്ങോട്ട് ദഹിക്കാത്ത പോലെ ഒരു സംഗതിയാണ്. സന്തോഷ് കുമാർ. ഒരു 100 പേരെടുത്താൽ 1-2 പേർക്ക് മാത്രമായിട്ട് സമ്മതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിലപ്പോൾ ഉദാഹരണത്തിന് ഹൈപ്പർബോറിയൻസ് എന്നൊരു പടം ഞാൻ കണ്ടു. അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലായി. ഒരു സിനിമ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു സംസാരമൊന്നും വേണ്ട, ഒരു ഫ്രെയിം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ട് എന്താണ് കഥാകൃത്തം അല്ലെങ്കിൽ ആ സിനിമ സംവിധാനം ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് വളരെ ഒരു പ്രത്യേകതരം സിനിമ. അത് ആ സെലക്ഷൻ എല്ലാം പാറ്റേൺ എല്ലാം മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ മോശം പറയുന്നില്ല. അത് പക്ഷേ അവരുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അവരുടെ രീതി ആയിരിക്കും. പക്ഷേ അത് ഒരിക്കലും സാധാരണക്കാരനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സിനിമ സ്നേഹിക്കുന്നവരായിട്ടും ഡയറക്റ്റ് സമ്മതിക്കുന്ന ഒന്നല്ല.
സ്പെയിനിലെ കാളപ്പോരിന്റെ കഥ പറയുന്ന മത്സരവിഭാഗത്തിലെ ഹ്യൂമൻ അനിമൽ സിനിമ കണ്ടിറങ്ങിയ വിനോദ് മൊട്ടവിള മേളയിലെ സിനിമകൾ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. കഥ വളരെ സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. കാരണം സ്പെയിനിലെ കാളപ്പോരുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ എങ്ങനെ ആൾക്കാരെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, അനിമലിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ള രണ്ടുപേരെയും ട്രെയിൻ ചെയ്ത് ഒരേ വേദിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ മേക്കിംഗ് വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമകളെ സ്നേഹിക്കുന്ന ആർക്കും സിനിമ സാധ്യമാണെന്ന് മേളയുടെ 5ാം ദിനത്തിലെ മീറ്റ് ദ ഡയറക്ടർ ചർച്ചയിൽ പങ്കെടുത്ത ചലച്ചിത്ര പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. സിനിമ സത്യസന്ധമായിരിക്കുമ്പോൾ കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എത്തുമെന്ന് ചലച്ചിത്ര പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. സെക്കൻഡ് ചാൻസ് സിനിമയുടെ സംവിധായിക സുഭദ്ര മഹാജൻ, കിസ് വാങ്കഡിന്റെ സംവിധായകൻ മിഥുൻ മുരളി, റിപ്റ്റൈഡിന്റെ സംവിധായകൻ അഫ്രാദ് വി കെ, അജൂർ സംവിധായകൻ ആര്യൻ ചന്ദ്രപ്രകാശ്, ബ്രസീലിയൻ ചിത്രം മലുവിന്റെ സംവിധായകൻ പെഡ്രോ ഫേറി, സംഘർഷ ഘടനയുടെ സംവിധായകൻ കൃഷാന്ത് ആർ കെ എന്നിവർ പങ്കെടുത്തു. ഈ യുദ്ധതന്ത്രങ്ങളും യുദ്ധമുറകളും പറയുന്ന ഒരു പുസ്തകത്തിന് കൃഷാന്ത് ആർ കെ യുദ്ധതന്ത്രങ്ങളും യുദ്ധമുറകളും ആറ്റ് അഡാപ്റ്റ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അതിൽ കൂടെ യുദ്ധത്തിൻ്റെ ഒരു റെലവൻസും അതിൽ നിന്ന് ഇറലവൻസും അതുപോലെ സംഘർഷങ്ങളുടെ കഥയും അതൊന്നും അല്ലാതെ ഒരു സിമ്പിൾ കഥയും എല്ലാം കൂടെ ചേർന്നൊരു മിക്സറാണ്. ഒരു ആന്റി വാർ ഫിലിം പോലത്തെ ഒരു വാർ ഫിലിമാണ്. നടൻ രാഹുൽ രാജഗോപാൽ. എൻ്റെ IFFKയിലെ 4ാമത്തെ സിനിമയാണിത്. 2019 വൃത്താകൃതിയിലുള്ള ചതുരം ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലായിരുന്നു. 2020 ഗ്രാമവൃക്ഷത്തിലെ കുയിൽ KP കുമാരൻ സാറിൻ്റെ ഫിലിം, അത് മലയാള സിനിമ ടുഡേയിലായിരുന്നു. അതിനുശേഷം ആവാസവ്യൂഹം കോമ്പറ്റീഷനിലായിരുന്നു. ഇത്തവണ സംഘർഷഘടന മലയാളം സിനിമ ടുഡേയിലാണ്. അപ്പം 4 തവണയും ഫിലിംസുമായിട്ടാണ് IFFKയിൽ വന്നത്. വളരെയധികം ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു ഇവൻ്റ് ആണിത്. കാരണം ദിസ് ഇസ് എ പ്ലേസ് വെയർ സിനിമ ഈസ് ദി കോമൺ ഫാക്ടർ ദാറ്റ് ബോണ്ട്സ് എവറിബഡി. അപ്പം ഞാൻ ഒരു സമയം ഭയങ്കര ഡൗൺ ആയിരുന്നൊരു സമയത്താണ് ഇവിടെ വന്നൊരു 1 വീക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് റീചാർജ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആണ്. 3 പതിറ്റാണ്ട് പിന്നിടുന്ന IFFK ചലച്ചിത്ര ആസ്വാദകരെ മാത്രമല്ല, മികച്ച ചലച്ചിത്ര പ്രവർത്തകരെയും വാർത്തെടുക്കുന്ന പഠനകളരിയായി മാറിയിരിക്കുന്നു. അതിൽ അക്കാദമി തലത്തിലുള്ള ചലച്ചിത്രകാരന്മാർ മാത്രമല്ല, ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ചവരുമുണ്ട്. സോഫ്റ്റ്വെയർ ജോബ് രാജിവെച്ചിട്ട് സിനിമയാണെന്ന ഡയറക്ഷൻ തന്നെയാണ് ഇനിയുള്ള പാത്ത് എന്നുള്ളത് ഡിസൈഡ് ചെയ്തത് IFFKയിൽ വെച്ചാണ്. സംവിധായകൻ ജിതിൻ ലാൽ. എല്ലാവർക്കും സിനിമയിൽ കയറാനുള്ള ഒരു ചവിട്ടുപടി പോലെ തന്നെയാണ് ഫെസ്റ്റിവൽസ്. അതെല്ലാ ഫെസ്റ്റിവൽസും ഏറ്റവും കൂടുതൽ ഇവിടെ IFFKയിലാണത് നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതൊരു ഗ്യാതറിംഗ് ആണ്, മോർ ദാൻ എ ഫിലിം ഫെസ്റ്റിവൽ. നമ്മളൊരു കൂട്ടായ്മ, എല്ലാവരെയും പരിചയപ്പെടാം, കണക്ഷൻസ് ബിൽഡ് ചെയ്യാം, അങ്ങനെ തോന്നിയിട്ടുണ്ട്. 50 ലോക ചലച്ചിത്ര ആചാര്യന്മാർക്ക് ആദരമർപ്പിച്ചുള്ള സിനിമ അൽക്കമി എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എന്ന എക്സിബിഷൻ കാണുന്നതിനും പ്രേക്ഷകരുടെ തിരക്കാണ്. പ്രശസ്ത സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ TK രാജീവ് കുമാർ ക്യൂറേറ്ററാകുന്ന പ്രദർശനത്തിൽ കലാസംവിധായകനും ചലച്ചിത്രകാരനുമായ റാസി മുഹമ്മദിന്റെ 50 ഡിജിറ്റൽ പെയിന്റിങ്ങുകളാണ് പ്രദർശിപ്പിക്കുന്നത്. ഡിജിറ്റൽ ചിത്രകലയും ചലച്ചിത്രകലയും സമന്വയിക്കുന്ന അപൂർവ ദൃശ്യവിരുന്നാണ് ഈ പ്രദർശനം. ഓരോ ചലച്ചിത്ര ആചാര്യന്മാരുടെയും സവിശേഷമായ സിനിമാ സമീപനത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ പകരുന്ന പ്രദർശനത്തിൽ സർറിയലിസത്തിന്റെയും ഹൈപ്പർ റിയലിസത്തിന്റെയും ദൃശ്യ സാധ്യതകൾ സമർത്ഥമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഈ എക്സിബിഷൻ ഞാനും എൻ്റെ സുഹൃത്ത് റാസിയും ചേർന്നുള്ള ഒരു ആശയമാണ്. സംവിധായകൻ TK രാജീവ് കുമാർ. അതൊരു എക്സിബിഷൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനെ കണ്ടു തുടങ്ങിയത്. ഞങ്ങൾ പണ്ട് കണ്ടുവന്ന മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ റീവിസിറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് തുടങ്ങിയത്. കഴിഞ്ഞ 9 മാസമായിട്ടാണ് നമ്മൾ സീരിയസ് ആയിട്ട് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത്. അങ്ങനെ ഒരു 35 കഴിഞ്ഞപ്പോഴാണ് അക്കാഡമിയിലേക്ക് ഞങ്ങളിത് ഇങ്ങനെ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുക, അവർ സമ്മതിക്കുകയും അങ്ങനെ ഒരു കഴിഞ്ഞ 3 മാസം കൊണ്ടാണ് ലാസ്റ്റ് 15 ചിത്രങ്ങൾ തീർത്തത്. കണ്ടതും റിക്കളക്ട് ചെയ്യുന്നതും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ആ ദൃശ്യബിംബങ്ങളെ വെച്ച് വരുന്ന പ്രേക്ഷകർക്ക് ആ സിനിമയെപ്പറ്റി ഓർമ്മിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആലോചന. തുടർച്ചയായി 12 വർഷത്തോളമായി സ്റ്റുഡന്റ് ഡെലിഗേറ്റുകൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മേളയിലെത്തുന്നവരുടെ കയ്യടി കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ആശയമാണ് ഈ സ്റ്റുഡൻസിന് സൗജന്യമായ ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയുന്നത്. പ്രൊഡ്യൂസർ രഞ്ജിത്ത്. ആദ്യം അത് നിർമ്മാതാക്കളുടെ സംഘടന മാത്രമായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് അതിനോട് ചേർന്ന് ട്രിവാൻഡ്രം ഫിലിം ഫെറ്റേണിറ്റിയോട് ചേർന്നുകൊണ്ട് അത് നൽകുന്നുണ്ട്. ചലച്ചിത്രമേള എന്നാൽ നമുക്കിന്ന് അനുഭവങ്ങളുടെ മേളയാണ്. ഓരോ സിനിമയും നമുക്കോരോ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. ഓർത്തുവെക്കാനുള്ള വ്യത്യസ്തങ്ങളായ സിനിമാനുഭവങ്ങൾ സമ്മാനിച്ചാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേള എന്നും വ്യത്യസ്തമാകുന്നത്. നിങ്ങൾ കേട്ടത് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിനാവലോകനം.